നമസ്കാരം. ഒരു സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി, ഒരു സർക്കാരിൻ്റെ മുഖം വികൃതമാക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ എത്തരത്തിലുള്ള അധാർമിക മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നതല്ലേ? ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഏതെങ്കിലുമൊക്കെ ഒരു വ്യാജ വാർത്തയുമായി നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്തേക്ക് വരും. ഇക്കഴിഞ്ഞ വയനാട്ടിൽ നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇ.പി. ജയരാജന്റെ പേരിൽ ഒരു കല്ലുവെച്ച നുണ പ്രചരിപ്പിച്ചത് ആരും മറന്നു കാണില്ല. DC ബുക്സ് ഇ.പി. ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു അത്രേ. പിന്നീട് DC ബുക്സിൽ തന്നെ ഒരു പരസ്യം കാണുന്നു. കട്ടൻ ചായയും പരിപ്പുവടയും എന്നാണ് ഈ നമ്മുടെ ഇ.പി. ജയരാജന്റെ ആത്മകഥയുടെ പേരെന്ന്. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ DC ബുക്സിൽ മറ്റൊരു ഒരു പോസ്റ്റ് കാണുന്നു. അതിങ്ങനെയാണ്: ഇ.പി. ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് ചില സാങ്കേതിക കാരണങ്ങൾ മൂലം ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു, നീട്ടിവെച്ചിരിക്കുന്നു എന്നായിരുന്നു. പിന്നീട് മാധ്യമങ്ങളിൽ നമ്മൾ കണ്ട വാർത്ത എന്താണ്? അതിൻ്റെ PDF ഫയൽ ഞങ്ങൾക്ക് ലഭിച്ചു. ആ PDF ഫയലിൽ പറയുന്നത് ഇതൊക്കെയാണ്: ഇ.പി. ജയരാജൻ പാർട്ടിക്കെതിരെ പറയുന്നു, സർക്കാരിനെതിരെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞായി മാധ്യമങ്ങൾ. അതുകൊണ്ടാണ് ഇന്നേ ദിവസം അത് DC ബുക്സ് പ്രസിദ്ധീകരിക്കാത്തത് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കുട്ടിയെ ആഘോഷിച്ചു. എന്നാൽ വാസ്തവം എന്തായിരുന്നു? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇ.പി. ജയരാജനോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ഇ.പി. ജയരാജൻ പറഞ്ഞു, ഇത് എൻ്റെ ആത്മകഥയല്ല, ഞാൻ ഇങ്ങനൊരു ആത്മകഥ എഴുതിയിട്ടുമില്ല, അച്ചടിക്കാൻ കൊടുത്തിട്ടുമില്ല, DC-യുമായി യാതൊരു കരാറുമില്ല എന്ന് ഇ.പി. ജയരാജൻ മാധ്യമങ്ങളിൽ മുഴുവൻ വിളിച്ചു കൂവിയിട്ടും DC ബുക്സ് പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് അന്നേ മുതൽ ഇ.പി. ജയരാജൻ പറഞ്ഞിട്ടും പോളിംഗ് അവസാനിക്കുന്നത് വരെ ആ വ്യാജ വാർത്ത, ഇത് ഈ ഇ.പി. ജയരാജൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ വ്യാജ വാർത്ത കാട്ടുതീ പോലെ ഇവർ ആളി കത്തിച്ചുകൊണ്ടേയിരുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് VD സതീശനും രംഗത്തേക്ക് ഇറങ്ങി. ഇ.പി. ജയരാജൻ പോലും പാർട്ടിയെയും സർക്കാരിനെയും പറ്റി പറഞ്ഞത് കണ്ടില്ലേ എന്നായി. സരിനെതിരെ പറഞ്ഞത് കേട്ടില്ലേ എന്നായി. ആ വ്യാജ വാർത്ത ഒരു പരിധിവരെ പല ജനങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ടാകാം. അത് ചിലയിടങ്ങളിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വലിയ ദോഷകരമായി വന്നിട്ടുമുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് DC ബുക്സിനെതിരെ അദ്ദേഹം DGPക്ക് പരാതി കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോഴും മാധ്യമങ്ങൾ ആ വിഷയത്തിൽ ഒരു വ്യക്തതയും വരുത്തിയില്ല എന്ന് മാത്രമല്ല, പഴയ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കള്ളം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതായത് DC ബുക്സിന്റെ ഉടമയായിട്ടുള്ള രവി DC-യെ ഇന്ന് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇ.പി. ജയരാജനുമായി ഒരു കരാറുമില്ല എന്ന. ഇ.പി. ജയരാജൻ പറഞ്ഞതും മുഴുവൻ സത്യമാണെന്ന് കുമ്പസരിച്ചിരിക്കുന്നു അദ്ദേഹം. പിന്നെ എങ്ങനെയാണ് DC ബുക്സിൽ അങ്ങനെ ഒരു പോസ്റ്റ് വന്നത്? അന്നത്തെ ദിവസം എന്തിനാണ് DC ബുക്സ് അങ്ങനെ ഒരു പോസ്റ്റ് അതിലിട്ടത്? വ്യക്തമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ മുന്നേറ്റം നടത്തും എന്ന് നല്ല ഉറപ്പുള്ള ചില ആളുകളുമായി ചില ഡീലുകൾ ഉറപ്പിച്ചുകൊണ്ട് DC ബുക്സ് അവർക്ക് വേണ്ടി നടത്തിയ വിടുവേലയാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഈ DC ബുക്സിനെതിരെയും DC ബുക്സിന്റെ ഉടമയ്ക്കെതിരെയും നല്ല അതിശക്തമായ രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് മാധ്യമങ്ങൾ DC ബുക്സിന്റെ ഉടമയായിട്ടുള്ള രവിയോട് ഈ വിഷയത്തിലുള്ള പ്രതികരണം ചോദിച്ചില്ല എന്ന് നമ്മൾ നേരത്തെ മുതൽ ചോദിക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് വ്യക്തമാണല്ലോ. രവിയോട് ചോദിച്ചാൽ രവി ബബ്ബ അടിക്കും. അതുകൊണ്ട് മനഃപൂർവ്വം മാധ്യമങ്ങൾ ചോദിച്ചില്ല. എങ്ങനെ മാധ്യമങ്ങൾക്ക് ഈ PDF ഫയൽ കിട്ടി? ആ PDF ഫയൽ അയച്ചു കൊടുത്ത അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ സോഴ്സ് ആരാണ്? ആ സോഴ്സ് അവർ തന്നെയാകും ഈ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ടാവുക. അവരാകും DC ബുക്സുമായി ഡീൽ നടത്തിയിട്ടുണ്ടാവുക. ഇ.പി. ജയരാജന്റെ പേരിൽ ഇതാദ്യമായിട്ടൊന്നുമല്ല വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇ.പി. ജയരാജൻ BJP-യിലേക്ക് എന്ന് പറഞ്ഞൊരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു. എന്നിട്ട് ഇ.പി. BJP-യിലേക്ക് പോയോ? അത് പച്ചക്കള്ളമാണെന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴും ഒരു മാധ്യമങ്ങളും ഇത് മാറ്റി പറഞ്ഞില്ല. ഇന്ന് ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾ അടിച്ചിരിക്കുന്നു ഇ.പി. ആണ് ശരിയെന്ന്. ഇതേ മാധ്യമങ്ങൾക്ക് അന്നേ അറിയാമായിരുന്നു. എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ
മാധ്യമങ്ങളുടെ PR വർക്ക് പൊളിയും. സത്യത്തിൽ EP ജയരാജൻ അദ്ദേഹത്തിനെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച DC ബുക്സിനെതിരെ മാത്രമല്ല, അത് ആളിക്കത്തിച്ച ഇവിടത്തെ മാധ്യമങ്ങൾക്കെതിരെ വരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഇതൊരു ട്രെൻഡാക്കി മാറ്റിയിരിക്കുകയാണ് മാധ്യമങ്ങൾ. ഇലക്ഷൻ സമയത്ത് ഇലക്ഷന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇങ്ങനെ നിന്നിരുന്ന അടിക്കും. എന്നിട്ട് എന്ത് സംഭവിച്ചു? ചേലക്കര പിടിക്കാൻ കഴിഞ്ഞു. ചേലക്കര പിടിക്കാനുള്ള വലിയ രീതിയിലുള്ള ഒരു ഡീലായിരുന്നില്ലേ ആ വ്യാജ വാർത്ത? KC വേണുഗോപാൽ എന്താണ് പറഞ്ഞത്? അതായത് ഈ തിരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ നിന്ന് പുറത്തു വരുന്ന റിസൾട്ട് ആകും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുക എന്നതാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇത്രയധികം വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിട്ടിട്ടും നിങ്ങൾക്ക് ചേലക്കര പിടിക്കാൻ കഴിഞ്ഞോ? ചേലക്കര വിധി എഴുതി കേട്ടോ. വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും എന്താണ് ജനം വിധി എഴുതാൻ പോകുന്നതെന്ന്. ഈ സർക്കാർ തന്നെ ഭരിക്കട്ടെ എന്ന് വിധി എഴുതുമെന്ന് തന്നെ ഉറപ്പിച്ചു. EP ജയരാജനെതിരെ ഇതാദ്യമായൊന്നുമല്ല മാധ്യമങ്ങൾ കടന്നാക്രമണം നടത്തുന്നത്. EP ജയരാജനെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ തകർക്കാൻ വേണ്ടി പാർട്ടിക്കെതിരെ നിരന്തരം വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന ഒരു കോക്കസ് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ആരുടെ മൂട് താങ്ങികളാണ് എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എത്ര നാളായി ഇവർ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പോരാട്ടം തുടങ്ങിയിട്ട്? മുഖ്യമന്ത്രി ധാർഷ്ട്യക്കാരനാണ്, കേരള മുഖ്യമന്ത്രി മാൻഡ്രേക്കാണ്, കേരള മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയേണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള പല കുപ്രചരണങ്ങൾ നടത്തിയില്ലേ? മുഖ്യമന്ത്രി ചെയ്യുന്ന നല്ലതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി വിമർശിക്കപ്പെടേണ്ട ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ചെയ്യാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെ ചെയ്തു എന്ന് വരുത്തി തീർത്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എത്രയധികം വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. നവകേരള സദസ് എന്ന പേരിൽ 140 മണ്ഡലങ്ങളിലും ഒരു സർക്കാർ മുഴുവൻ ജനങ്ങളെ കാണാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ അതിനെപ്പോലും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ആ പരിപാടി പോലും തകർക്കാൻ വേണ്ടി വ്യാജ വാർത്തകൾ നിരന്തരം പ്രചരിപ്പിച്ചവരാണ് നെറികെട്ട ഈ മാധ്യമങ്ങൾ. മാത്രവുമല്ലല്ലോ, എത്രയോ സംഭവങ്ങൾ. എന്നിട്ട് എന്തുണ്ടായി? ഇവിടെ എത്രയോ ദുരന്തങ്ങൾ സംഭവിച്ചു. പ്രളയം വന്നു, നിപ്പ വന്നു, ഓഗി വന്നു. അവസാനം രാജ്യത്തെ മുഴുവൻ നടുക്കിയ ഒരു വലിയ മഹാദുരന്തം, ഒരു ഉരുൾപൊട്ടൽ വയനാട് സംഭവിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്നിട്ട് ഈ സമയത്തൊക്കെ ആരാണ് ഉണ്ടായിരുന്നത്? രാജിവെച്ച് ഒഴിയേണ്ട ആളാണ്, ഈ നാടിൻ്റെ ശാപമാണ്, മാൻഡ്രേക്കാണ് എന്നൊക്കെ പറഞ്ഞ ആ മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത സ്ഥലത്ത് മുഖ്യമന്ത്രി ആ ദുരന്ത ഭൂമിയിൽ കാഴ്ചവെച്ച രക്ഷാപ്രവർത്തനങ്ങൾ അത് മറക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ജനങ്ങൾക്കറിയാം, ഒരു ദുരന്തം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾക്ക് കാവലായി, ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് അതിനെയൊക്കെ നേരിടാൻ, അതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്കൊരു കപ്പിത്താനുണ്ടെന്ന്. ആ കപ്പിത്താൻ്റെ പേര് പിണറായി വിജയനാണെന്ന്. അദ്ദേഹം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അദ്ദേഹത്തിന് മാത്രമേ ഈ നാടിനെ രക്ഷിക്കാൻ കഴിയൂ. അദ്ദേഹത്തിന് മാത്രമേ വർഗീയതയോടും സംഘപരിവാറിനോടും പോരാടാൻ കഴിയൂ എന്നൊക്കെ നന്നായി തന്നെ ജനങ്ങൾക്കറിയാമെന്ന് ഇവിടുത്തെ സതീശന്മാർക്കും സുരേന്ദ്രന്മാർക്കും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ഒക്കെ അറിയാമെന്നേ. അതുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത്? ജനങ്ങൾക്ക് ഈ സർക്കാരിനുള്ള വിശ്വാസം ഇല്ലാതാക്കുക. അതിനുവേണ്ടി കനകോലുവിനെയൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടല്ലോ. അതായത് ഈ UP അയാൾക്ക് പണി എന്താണെന്നറിയാമല്ലോ. യോഗി ആദിത്യനാഥിനെയൊക്കെ ജയിപ്പിച്ചു വിട്ടത് ഇങ്ങേരാണ്. അപ്പോൾ അവിടേക്ക് ഈ വ്യാജ വാർത്തകൾ ഈ വാട്സപ്പ് വഴി ഇങ്ങനെ പ്രചരിപ്പിക്കും, ഗീബൽസ്യം തന്ത്രങ്ങൾ പയറ്റും. അപ്പോൾ അതാണ് ശരി എന്ന് ജനങ്ങളെ പറഞ്ഞ് അങ്ങ് മനസ്സിലാക്കിപ്പിക്കും. അതേ മോഡൽ ഇവിടെ ഇട്ട് പയറ്റുകയാണ്. പക്ഷേ ഇതിനെയൊക്കെ പ്രതിരോധിക്കും എന്ന് ചേലക്കര എന്തായാലും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും ഈ പറയുന്ന ഇതേ പാറ്റേൺ നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ പയറ്റുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി ചെയ്യേണ്ടത് പാർട്ടി പത്രവും പാർട്ടി ചാനലുകളും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. സൈബർ ഇടങ്ങളിൽ നേരിന്റെ മുഖം തുറന്നു കാണിക്കുന്ന സഖാക്കൾ അതിശക്തരായി ഉണർന്ന് ഇനിയും പ്രവർത്തിക്കുക, അതിശക്തമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ നാട്ടിൽ കേരളത്തിലെ ഭരണത്തെ തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചില സവർക്കർമാരെ നമുക്ക് പൊളിച്ചടക്കാൻ കഴിയുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.